അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് മധ്യ കേരളത്തിലെ പ്രധാന വാർത്തകൾ? അമൽ. ഉന്മേഷ്, ഇന്ന് പ്രധാനമായും അങ്കമാലിയിലെ 9 വയസ്സുകാരിയുടെ ഇന്നലെ നടന്ന കൊലപാതകത്തിൽ ഉണ്ടാകാനുള്ള ഫോളോ അപ്പുകളാണ് ഇന്ന് മധ്യ കേരളത്തിൽ പ്രധാനമായും, പ്രത്യേകിച്ചും കൊച്ചിയിൽ നമ്മൾക്ക് ശ്രദ്ധിക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് CMRL കേസ് കോടതിയിൽ വരുന്നുണ്ട്. മാസപ്പടി കേസ്, മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയും ഉൾപ്പെട്ട കേസാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം ഒരു കേസ് വിജിലൻസ് ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള 2 കേസുകൾ ഹൈക്കോടതിയിൽ വന്നെങ്കിലും അത് തള്ളുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാധ്യമപ്രവർത്തകനായ MR അജയൻ നൽകിയിരിക്കുന്ന കേസാണ്. ഇതാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. വിഷയത്തിൽ CBI അന്വേഷണം വേണം എന്നാണ് ഈ MR അജയന്റെ ആവശ്യം. ഈ ഒരു വിജിലൻസ് അന്വേഷണം തള്ളിയ സാഹചര്യത്തിൽ CBI അന്വേഷണത്തോട് കോടതിയുടെ സമീപനം എന്താകുമെന്നാണ് കാത്തിരിക്കുവാനുള്ളത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകളും അടക്കം ഈ ഒരു കേസിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആവശ്യമാണ് എന്ന് സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് തന്റെ അഭിപ്രായമോ തന്റെ വാദമോ കേൾക്കുവാൻ കേന്ദ്ര ഏജൻസികളൊന്നും മെനക്കെട്ടിരുന്നില്ല എന്ന വാദവും വീണ കോടതിക്ക് മുമ്പാകെ കഴിഞ്ഞ കേസുകൾ പരിഗണിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം അവതരിപ്പിച്ചതാണ്. അങ്ങനെയൊരു നിലനിൽക്കുമ്പോഴാണ്, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പുകളെല്ലാം അടുത്ത് നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ മാസപ്പടി കേസ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്കമാലിയിലെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഇന്ന് അമ്മൂമ്മയെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. തെളിവെടുപ്പ് ഇന്നുണ്ടാകുമോ എന്ന് കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂടുതൽ വിലയിരുത്തലുകൾക്ക് ശേഷം മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു പ്രത്യേകിച്ചും ജനങ്ങളാകെ ഈ അമ്മൂമ്മയ്ക്കെതിരെ ഒരു രോക്ഷത്തിലാണ് ഇപ്പോൾ ആ പ്രദേശത്തെല്ലാം ഉള്ളത്. ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമുള്ള കണ്ടെത്തലുകൾ എന്താണ് എന്നതെല്ലാം വരാനിരിക്കുന്നുള്ളൂ. ആ കാര്യങ്ങളെല്ലാം ഇന്ന് പകൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്, ശരി. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.